വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ. നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞ വർഷമായിരുന്നു, മാറ്റം ഉള്ളത്. ടെസ്റ്റ് വരാൻ ആദ്യമേ കുറേ താമസിച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ അങ്ങോട്ട് നല്ലതുപോലെ നോട്ട് നല്ലതുപോലെ തന്നില്ല എന്ന് എനിക്കറിയാം കുഞ്ഞുങ്ങളെ. കമൻറ്റിൽ ഞാൻ കണ്ടായിരുന്നു, എല്ലാം ഒന്നും ഞാൻ തന്നിട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഈ വർഷം നമുക്ക് അതിൻ്റെ നല്ല എല്ലാ നോട്ടുകളും ഇതിനകത്തിലുണ്ട്. പ്രധാനപ്പെട്ടതെല്ലാം ഇതിനകത്തിലുണ്ട് കുഞ്ഞുങ്ങളെ. 1 വേർഡും 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ഒക്കെ കേട്ടോ. എല്ലാം ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കേട്ടോ. ഒന്നാമത് നമുക്ക് ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂളിംഗ് 1526. 1526 മുഗൾ ഭരണം, മുഗൾ റൂൾ എന്ന് കേട്ടാൽ മുഗൾ ഭരണം എന്നാണ് കേട്ടോ. സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? ബാബർ. മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? പാനിപ്പട്ട് യുദ്ധമാണ്. ദ ബാറ്റിൽ ദാറ്റ് ലെഡ് ടു ബാബർ എസ്റ്റാബ്ലിഷിംഗ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ. ഫസ്റ്റ് പാനിപ്പട്ട് വാറ്. നിങ്ങൾ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കണം, മലയാളംകാർ മലയാളം എഴുതിയെടുക്കണം. അതല്ല രണ്ടും എഴുതാമെങ്കിലേ പഠിക്കാൻ എളുപ്പമാവും നിങ്ങളെ. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഇംഗ്ലീഷും പഠിക്കാം മലയാളവും പഠിക്കാം കേട്ടോ. ഇവിടെ മലയാളം തന്നെ അല്ല ഇംഗ്ലീഷ് തന്നെ എഴുതിയെടുക്കുന്ന പാട് നമുക്കറിയാം. ഇങ്ങനെയല്ലേ ഇപ്പോൾ പറയുന്നത്, കഷ്ടപ്പെട്ട അതിൻ്റെ ഫലം എന്നായാലും കിട്ടും കുഞ്ഞുങ്ങൾ കേട്ടോ. നമ്മൾ ഈ മലയാളം മീഡിയക്കാർ മലയാളം മാത്രം എഴുതിയെടുത്ത് ശീലിച്ചുണ്ടല്ലോ, നമുക്ക് ഇംഗ്ലീഷിന് പുറകോട്ടായി പോവും. അതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മുഗൾ ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ റൂള് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥാപിക്കുക. ഹൂ എന്ന് വെച്ചാൽ ആര്, ഇങ്ങനെയൊക്കെ പഠിച്ച് വാങ്ങലുണ്ടല്ലോ. നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ എവിടെ വെച്ച് കേട്ടാലും നമുക്ക് അതിൻ്റെ ആൻസർ പറയാനായിട്ട് നമുക്ക് പറയാനൊരാഗ്രഹമെങ്കിലും ഉണ്ടാവും കേട്ടോ. എപ്പോൾ ഇംഗ്ലീഷിനെ മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷും കൂടെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. അതുപോലെ ഇംഗ്ലീഷ് മീഡിയക്കാർ മലയാളവും പഠിച്ചിരിക്കണം. കാരണം അതിൻ്റെ അർത്ഥം പറഞ്ഞെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. പ്രത്യേകിച്ചും സോഷ്യലും സയൻസും മാത്സും ഒക്കെ പുസ്തകം നോക്കി തന്നെ പഠിക്കണം. പുസ്തകത്തിൽ നിന്നുള്ള നോട്ടാണല്ലേ. അപ്പം ചോദിക്കും ബാക്കിയുള്ളതെന്ന്. എന്നാലും ടെസ്റ്റിൽ നിന്നുള്ള ചോദ്യമാണ് ഈ സോഷ്യലി കൂടുതലും ചോദിക്കുന്നത് കേട്ടോ. നോക്കൂ നിങ്ങളെ, ഹൂ വാസ് എ ഫേമസ് റൂളർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി. മുഗൾ ഭരണകാലത്തെ ഏറ്റവും പ്രശസ്തനായ ഫേമസ് ഭരണാധികാരി ആരായിരുന്നു? മുഗൾ ഭരണകാലത്തെ ഏറ്റവും പ്രശസ്തനായെന്ന് വെച്ചാൽ ഫേമസ് ആയ റൂളർ എന്ന് വെച്ചാൽ ഭരണാധികാരി ആരാണ്? അക്ബറാണ് കേട്ടോ. അക്ബർ. നെയിം ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ ഭരണാധികാരികളുടെയൊക്കെ പേരെഴുതാൻ നിങ്ങളുടെ ടെസ്റ്റിൽ അത് തന്നിട്ടുണ്ടോ നിങ്ങൾ? ഏതാണ്ട് മുഗൾ ഭരണാധികാരികൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷിലും തന്നിട്ടുണ്ട്, മലയാളം മീഡിയക്കാർക്ക് മലയാളത്തിലും തന്നിട്ടുണ്ട്. ഞാൻ ഈ മലയാളം എഴുതി എന്തിനാണെന്നറിയോ, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇത് വായിക്കാൻ പറ്റണമെന്നുള്ള കേട്ടോ. ഞാനിപ്പോൾ ഇംഗ്ലീഷ് എഴുതിയായിരുന്നെങ്കിൽ മലയാളം മീഡിയക്കാർ പെട്ടു അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങളെ, ബാബർ, ഹുമയൂണ്, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് കേട്ടോ. ബാദ്ഷാ രജനീകാന്തിൻ്റെ ഒരു പടമില്ലേ കുഞ്ഞുങ്ങളെ, ബാദ്ഷ ഇങ്ങനെ അതിൻ്റെ അകത്തിലെ കേട്ടോ. ജെ ഓർത്താൽ മതി, ബാദ്ഷാ അങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ പേര് മറക്കത്തില്ല. BHA ബാദ്ഷാ കേട്ടോ. ബാബർ, ഹുമയൂണ്, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് കേട്ടോ. 5 പേരുടെയും പേര്, 6 പേരുടെ പേരും അറിയണം. മുഗൾ ഭരണാധികാരികളുടെ പേരാണ്. ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. ഒന്നാമത് മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്നായിരുന്നു എന്നും ചോദിക്കാം കേട്ടോ. ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമായിരുന്നു ഈ പാനിപ്പട്ട് യുദ്ധം. മുഗൾ ഭരണകാലത്ത് ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി അക്ബറാണ്. ആ മുഗൾ ഭരണാധികാരികളുടെ പേരുകൾ ഏതൊക്കെയാണ്? ഒരു 6 പേര്. മുഗൾ ഭരണം വ്യാപിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയണം. ഏതൊക്കെ ആൾക്കാരാണെന്നും അത് നിങ്ങളുടെ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നും അറിയണം കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ ലിസ്റ്റ് കൺട്രീസ് വെയർ ദ മുഗൾ ഹാഡ് എക്സ്റ്റെൻഡ് ദെയർ റൂൾസ്. എവിടൊക്കെയാണ് ഇത് വ്യാപിച്ചത്, എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ വ്യാപിച്ചത്? നോക്കൂ നിങ്ങളെ, അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, നേപ്പാള്, ബംഗ്ലാദേശ് കേട്ടോ. അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, നേപ്പാള്, ബംഗ്ലാദേശ്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, എഴുതിയെടുത്തോണേ. അടുത്തത് 4ാമത്തെ ചോദ്യം ബാബറിനെ കുറിച്ചാവും നിങ്ങളെ. ആരാണ് ഈ ബാബർ? ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. ദ മുഗൾസ് റൂൾഡ് ഇന്ത്യ ടിൽ 1857 വിത്ത് ഡൽഹി ആസ് ദെയർ ക്യാപിറ്റൽ. 1526 ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ചു. എന്നാണ് മുഗൾ ഭരണം സ്ഥാപിച്ചതിൻ്റെ ഡേറ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. പിന്നെ ഡൽഹി തലസ്ഥാനമാക്കി 1857 വരെ മുഗൾ ഇന്ത്യ ആയിരുന്നു ഭരിച്ചത്. മുഗൾ ഇന്ത്യ ഭരിച്ചു.
ഇനി എന്താ ഈ മുഗൾ എന്ന് വെച്ചാൽ ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം മംഗോൾ എന്ന പദത്തിൽ നിന്നുമാണ് മുഗൾ എന്ന പേര് ലഭിച്ചത്. നമ്മളിവിടെയൊക്കെ മുഗൾ ഇന്ത്യ ഭരിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. എന്ത് ഈ മുഗൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം മംഗോൾ എന്ന പദത്തിൽ നിന്നുമാണ് കുഞ്ഞുങ്ങളെ മുഗൾ എന്ന പേര് ലഭിച്ചത്. ബാബർ, ദ ഫൗണ്ടർ ഓഫ് ദ മുഗൾ കിങ്ഡം, വാസ് ദ ഡിസെൻഡന്റ് ഓഫ് ദ തുർക്കിഷ് റൂളർ തിമുർ പെറ്റേണൽ വേ ആൻഡ് ദ മംഗോൾ കിങ്. ഏതാ ഈ പേരൊക്കെ നല്ലോണം നോക്കണേ കുഞ്ഞുങ്ങൾ. ഏതാണ്ട് ഈ പേര് എന്താ ഗംഗീഷ് ഖാൻ എന്നാ കേട്ടോ. അല്ലല്ല, രാജാവായിരുന്ന ചെങ്കിഷ് സി ആവും കുഞ്ഞുങ്ങളെ ഇവിടെ. ചെങ്കിഷ് ഖാൻ കേട്ടോ, CH ചെങ്കിസ് ഖാൻ്റെയും മെറ്റേണൽ വേ ഇംഗ്ലീഷ് നമ്മൾ മുഗളിനെ കുറിച്ചാണ്. മുഗൾ റൂളർ നമ്മുടെ ബാബർ ആരായിരുന്നു എന്നുണ്ട്. ബാബർ, മുഗള് കേട്ടോ, ഓരോന്ന് ഇതുപോലെ തന്നെ എഴുതിയെടുക്കണേ. മംഗോൾ എന്ന പദത്തിൽ നിന്നുമാണ് മുഗൾ എന്ന പേരുണ്ടായത്. മുഗളിൻ്റെ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും, നോക്കണേ നിങ്ങളെ പേര്, തിമൂറിൻ്റെയും പിന്നെ മാതാവ് മംഗോൾ രാജാവായിരുന്ന ചെങ്കീസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് മംഗോൾ രാജാവായിരുന്ന ചെങ്കീസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു കേട്ടോ. വായിക്കാൻ അറിയണേ. ഇനി ഇറ്റ് വാസ് ദ യൂറോപ്യൻസ് ഹൂ സ്റ്റാർട്ടഡ് അഡ്രസ്സിങ് ദീസ് ഡൈനാസ്റ്റി വാസ് മുഗൾ ഡ്യൂറിങ് ദ 16th century. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചത്. ചിലപ്പോൾ അതൊക്കെ ഒരു മാറിന് ചോദിക്കാം നിങ്ങളെ. 16ാം നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചത്. അപ്പം ഓർമ്മയുണ്ടോ നിങ്ങളെ, ബാബർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബർ ആരാ എന്താന്നൊക്കെ ഉള്ളത് മുഗളിനെ കുറിച്ചൊരു 3 വരി. അത് ഈ തോനെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് മലയാളവും ഇംഗ്ലീഷും കൂടി വന്നതുകൊണ്ടാണ് കേട്ടോ. അവനവൻ്റെ അങ്ങ് എഴുതി എടുക്കാവുന്നുണ്ടെങ്കിൽ കുറച്ച് നോട്ടേ കാണത്തുള്ളൂ. 7 എണ്ണം ഓക്കെ ആണോ നിങ്ങളെ? ആ 7 ക്വസ്റ്റ്യൻ ആൻസറും വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കേട്ടോ. ഉണ്ട്, ഓക്കെ ആണല്ലോ. അടുത്ത 12ാമത്തെ ചോദ്യം അല്ലേ? 12 ആണോ? 7 കഴിഞ്ഞാൽ 12 ആണോ? 8, 9 ഇവിടെ പോയി. 8ാമത്തെ ചോദ്യം നോക്കൂ കുഞ്ഞുങ്ങളെ. 1ാം പാനിപ്പട്ട് യുദ്ധം. ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. പാനിപ്പട്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലും എഴുതുമ്പോൾ 10 എന്നാ കേട്ടോ, പാനിപ്പത്ത്. ഇൻ 1526 Abraham Lodi, the last ruler of the Lodi dynasty, and Babur, the ruler of Kabul, fought at Panipat in Haryana. This battle is referred as the first battle of Panipat. എന്താ നിങ്ങളെ, ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ എബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ 1ാം പാനിപ്പട്ട് യുദ്ധം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1ാം പാനിപ്പട്ട് യുദ്ധം എന്നാൽ എന്താ നിങ്ങളെ, ആരൊക്കെ തങ്ങളിലായിരുന്നു? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന, അത് ചോദിക്കും കേട്ടോ, പാനിപ്പട്ട് യുദ്ധം ആരൊക്കെ തങ്ങളിലായിരുന്നത്? എബ്രഹാം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും തങ്ങളിൽ 1526 ഹരിയാനയിൽ വെച്ച് എന്ത് ചെയ്തു? ഹരിയാനയിലെ പാനിപ്പട്ടിൽ വെച്ച് ഏറ്റുമുട്ടി. അങ്ങനെയാണ് എന്താ ഇതിനെ 1ാം പാനിപ്പട്ട് യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. 8 എണ്ണം ഓക്കെയാണോ? ഇനി അക്ബറിനെ കുറിച്ചൊരു ചോദ്യം. അക്ബർ ആരാ, എന്താ എന്നൊരു ചോദ്യം ഉണ്ട് കുഞ്ഞുങ്ങളെ. അത് അല്ലെങ്കിൽ അതങ്ങ് പറയാം അല്ലേ. അക്ബർ വാസേ മലയാളം അല്ല ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് കണ്ടോ. അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അക്ബർ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു. അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അക്ബർ ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്നും സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ.
അദ്ദേഹത്തിന് ഒരേ സമയം തന്നെ പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹി കൺസിഡേർഡ് ദ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ലൈക്ക്. ഇനി അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ, അദ്ദേഹം ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോ കാസ്റ്റ്, ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ഒന്നും കേട്ടോ തരംതിരിവില്ലാതെ അതുപോലെ തന്നെ ഫെമിലിയർന്നോ അൺഫെമിലിയർന്നോ ഒരു പരിചിതനെന്നോ അപരിചിതനെന്നോ നോക്കണേ കുഞ്ഞുങ്ങളെ, വലിപ്പ ചെറുപ്പം ഒന്നും അദ്ദേഹം നോക്കിയില്ല. നീ ഉയർന്ന ജാതിയാണോ, നീ താഴ്ന്ന ജാതിയാണോ, അതോ നീ പരിചിതനാണോ, എന്നെ അറിയാവുന്നവനാണോ, അതോ ഉദ്ദേശിച്ചത്, അതോ അറിയാൻ വയ്യാത്ത അപരിചിതനാണോ എന്നൊന്നും വ്യത്യാസമില്ലാതെ, അതുപോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യ നീതി അദ്ദേഹം നടപ്പിലാക്കി കേട്ടോ. ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ജസ്റ്റിസ് കേട്ടോ, തുല്യ നീതി അദ്ദേഹം നടപ്പിലാക്കി. ഇംഗ്ലീഷുകാർ ഇതിങ്ങനെ എഴുതണേ കുഞ്ഞുങ്ങളെ. ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് മേഴ്സി. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം. കരുത്തരോട് ശക്തമായിട്ടും, സ്ട്രോങ് വിത്ത് ഫോഴ്സ്, നല്ല കരുത്തരോട് ട്രീറ്റ് ചെയ്ത കരുത്തരോട് ശക്തമായിട്ടും, അശക്തരോട് കരുണ, മേഴ്സി, കരുണയോടും പെരുമാറിയ ഒരു സുൽത്താനായിരുന്നു നമ്മുടെ അക്ബർ. അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അക്ബർ എന്ന് വെച്ചാൽ എത്രയോ നല്ല മനുഷ്യനായിരുന്നില്ലേ? അക്ബർ മഹാനായ ഒരു ഇതങ്ങ് എഴുതിയെടുക്കണം നിങ്ങളെ ഇംഗ്ലീഷ് മീഡിയക്കാർ. അക്ബർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അക്ബർ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം തന്നെ പ്രജകളിൽ നിന്നും സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ വിഭാഗങ്ങളെന്ന് തരംതിരിവില്ലാതെയും പരിചിതനെന്നോ അപരിചിതനെന്നോ വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി അദ്ദേഹം നടപ്പാക്കി അല്ലേ? കരുത്തരോട് നല്ല ശക്തമായും അശക്തരോട് കരുണയോടും കൂടി പെരുമാറിയ ഒരു സുൽത്താനായിരുന്നു. അതുതന്നെയല്ല, എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരുന്നു നമ്മുടെ അക്ബർ. എങ്ങനെയുണ്ട് അക്ബർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആൻസർ. അക്ബറിനെ കുറിച്ച് നമ്മളിപ്പോൾ അക്ബർ ഈ പാഠത്തിനകത്തിൽ അവരെക്കുറിച്ചൊക്കെ അല്ലേ പഠിക്കുന്നത്. അപ്പോൾ ആരാണെന്ന് പറഞ്ഞതാ കേട്ടോ. അടുത്ത, ബൈ കമ്പൈൻ ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയസ് അക്ബർ ക്രിയേറ്റഡ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ഒരു ദർശനമാണ് കുഞ്ഞുങ്ങളെ ദിൻ ഇലാഹി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻസ്, അക്ബർ ക്രിയേറ്റ് ചെയ്ത എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്തൊരു ദർശനമാണ് അല്ലേ ദിൻ ഇലാഹി. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. ദിൻ ഇലാഹിയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനം, പീസ് ടു ഓൾ. ഓക്കെ ആണോ? 11ാമത്തെ ചോദ്യം, ഹൂ വെയർ പ്രൊമിനൻ്റ് എമംഗ് ദോസ് ഹൂ ഹെൽഡ് ഹൈ പൊസിഷൻസ് ഇൻ ദ റോയൽ കോർട്ട് ഓഫ് എംപറർ അക്ബർ. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികൾ ആരായിരുന്നു? അക്ബർ എന്ന് പറയുന്ന ആളുടെ രാജസദസ്സിൽ, അദ്ദേഹത്തിൻ്റെ രാജാവിരിക്കുന്ന സ്ഥലമുണ്ട്, ആ സദസ്സിൽ ഉന്നത സ്ഥാനം എന്ന് വെച്ചാൽ ആദ്യ പരിഗണന കൊടുക്കുമല്ലോ, ഏറ്റവും ടോപ്പിലിരിക്കുന്നവർക്കായിരിക്കുമല്ലോ. ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനി ആരൊക്കെയായിരുന്നു? രാജ ടോഡർമാൾ, സ്പെല്ലിങ് നല്ലപോലെ നോക്കണേ. രാജ ടോഡർമാള്, രാജ മാൻസിംഗ്, രാജ ഭഗവത് ദാസ്, ബീർബലി, 3 പേരായിരുന്നു കേട്ടോ. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ ഉന്നത സ്ഥാനം കൊടുത്ത 4 പേരുടെ പേരേരൊക്കെയാ? രാജ ടോഡർമാള്, രാജ മാൻസിംഗ്, രാജ ഭഗവത് ദാസ്, ബീർബൽ. ഇംഗ്ലീഷിൽ നോട്ട മലയാളം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 11. അടുത്ത 12ാമത്തെ ചോദ്യം, ഹു അബോളിഷ്, നോക്കണേ കുഞ്ഞുങ്ങളെ, നിർത്തലാക്കുക, അബോളിഷ് ചെയ്ത് ദ റിലീജിയസ് ടാക്സ്, മതനികുതി നിർത്തലാക്കിയത് ആരാണ്? നമ്മുടെ അക്ബറിനെ കുറിച്ചൊക്കെ, അക്ബർ ആരാന്ന് നോക്കിക്കേ. ഹു അബോളിഷ് ദ റിലീജിയസ് ടാക്സ്, മതനികുതി നിർത്തലാക്കിയത്. ഈ മതനികുതി എന്നതിൻ്റെ പേരാവും നിങ്ങളെ ജസിയ എന്ന് പറയുന്നത് കേട്ടോ. അത് നിർത്തലാക്കിയത് നമ്മുടെ അക്ബറാണ്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഒരു മതനികുതിയുടെ പേരാണ്. അപ്പം ജസിയ, അപ്പം ജസിയെക്കുറിച്ച് അബോളിഷ് ദ റിലീജിയസ് ടാക്സ് കാൾഡ് ജസിയ. അക്ബറാണ് കേട്ടോ, അക്ബർ. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക്, നോക്കണേ നിങ്ങളെ, ഈ പേര് നല്ല അക്ബാരി കേട്ടോ. അക്ബാരി ആൻഡ് അക്ബർനാമ. അക്ബാരി അല്ലെങ്കിൽ അക്ബർനാമ എന്ന പുസ്തകങ്ങളുടെ രചയിതാവ് ആരാണ്? ഒരു മാർക്കിന് ചോദിക്കാവുന്നതാണ്. ആരാ? അബുൽ നാട്ടോ, അബുൽ ഫസൽ എന്നോ പറയാം കേട്ടോ, ഫസാൽ.
ഓക്കെ ആണോ? അടുത്ത വിജയനഗര കിങ്ഡം. വിജയനഗരത്തെക്കുറിച്ചാണ് അടുത്തത്. എന്താ നിങ്ങളെ? വിജയനഗരം. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ്. വിജയനഗരത്തെക്കുറിച്ചൊരു വലിയ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യം കുറേ വൺ വേഡ് എഴുതിയതുകൊണ്ടാണ്. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം. വിജയനഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ പ്രശസ്തനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായ. ദ നെയിം മുഗൾ വാസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം മുഗൾ. മുഗൾ എന്ന പേര് മുമ്പ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാ അല്ലേ? മുഗൾ എന്ന പേര്, ഈ പേര് നോക്കൂ നിങ്ങളെ, ഈ പേര് ഏത് പദത്തിൽ നിന്നുണ്ടായതാണ്? മംഗോൾ എന്ന പദത്തിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് കേട്ടോ മുഗൾ എന്ന പദം ഉണ്ടായത്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മുഗൾ കിങ്ഡം? ആരാണ് മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകന്? ബാബറാണ്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മുഗൾ കിങ്ഡം? ബാബർ. ഹു വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ലോധി ഡൈനാസ്റ്റി? ലോധി രാജവംശത്തിലെ, ലോധി ഡൈനാസ്റ്റി എന്ന് വെച്ചാൽ രാജവംശത്തിലെ അവസാനത്തെ ലാസ്റ്റ് ഭരണാധികാരി റൂളർ ആരാ കുഞ്ഞുങ്ങളെ? ഇബ്രഹാം ലോധിയാണ് കേട്ടോ. ഇബ്രഹാം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം ഈ പേര് തിരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് കേട്ടോ. ബാബറിനെ കുറിച്ച് നമ്മൾ ഒത്തിരിയും പറഞ്ഞായിരുന്നു കേട്ടോ. ഇബ്രഹാം ലോധി കേട്ടോ. 17 നല്ലതുപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. 18ാമത്തെ ചോദ്യം, ബിറ്റ്വീൻ ഹും വാസ് ദ ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഫോർട്ട്? നമ്മൾ മുമ്പ് പറഞ്ഞതാ. പാനിപ്പട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു കുഞ്ഞുങ്ങളെ? ബാബറും ഇബ്രഹാം ലോധിയും കൂടെ ആയിരുന്നു അല്ലേ? നമ്മളത് ആദ്യമേ ഒന്ന് പറഞ്ഞതാ, എന്നാലും ഒരു മാർക്കിന് ചോദിക്കുമ്പം എഴുതാൻ അറിയണേ കേട്ടോ. അടുത്തത്, വാട്ട് വാസ് ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് ദ എംപറർ അക്ബർ? അക്ബർ ചക്രവർത്തിയുടെ പുതിയ തലസ്ഥാനം എന്തായിരുന്നു? ഈ പേരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി കേട്ടോ. വാട്ട് വാസ് ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് ദ എംപറർ അക്ബർ? ഫത്തേപൂർ. സ്പെല്ലിങ് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. സിക്രി. ഇൻ വിച്ച് ഇയർ അക്ബർ ഇബാദത്ത് കേട്ടോ, ഇബാദത്ത് ഖാന വാസ് ബിൽറ്റ്? ഇബാദത്ത് ഖാന നിർമ്മിച്ച വർഷം ഏതാന്ന്? 1575 അത് അക്ബറാണ് സ്ഥാപിച്ചത്. അക്ബർ സ്ഥാപിച്ചാണ് ഇബാദത്ത്, ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, ഇബാദത്ത് ഖാന നിർമ്മിച്ചത് 1575 കേട്ടോ. ഇനി വിച്ച് വാസ് ദ റിലീജിയസ് ഫോംഡ് ബൈ അക്ബർ? ഈ അക്ബർ സ്ഥാപിച്ച മതം ഏതാണ്? അക്ബർ നമ്മളൊരു മതം കൊണ്ടുവന്നു, ഏതാണെന്നറിയാം? ദിൻ ഇലാഹി. അതിൻ്റെ അർത്ഥം എന്തുവായിരുന്നു? എല്ലാവർക്കും സമാധാനം, ഇല്ലയോ? അതിപ്പോൾ നമ്മൾ പറഞ്ഞതാ. ദിൻ ഇലാഹിയുടെ അർത്ഥം എന്താവും നിങ്ങളെ? എല്ലാവർക്കും സമാധാനം, പീസ് ടു ഓൾ. വിച്ച് വാസ് ദ റിലീജിയസ് ടാക്സ് അബോളിഷ്ഡ് ബൈ അക്ബർ? മുമ്പ് ഞാൻ അതും പറഞ്ഞ, തിരിച്ചും മറിച്ചും ചോദിച്ചാൽ കണ്ടോണ്ടോ നിങ്ങളെ? മുമ്പ് പറഞ്ഞ ഏതായിരുന്നു? ജസിയയെ കുറിച്ച്. ഹു അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് കാൾഡ് ജസിയ? ആരാണ് ഇത് അബോളിഷ് ചെയ്തത്? ആരാണ് ഇത് നിർത്തലാക്കിയത്? അക്ബറാണ് അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചാൽ എന്താ? വിച്ച് വാസ് ദ റിലീജിയസ് ടാക്സ് അബോളിഷ്ഡ് ബൈ അക്ബർ? ഏത് അക്ബർ നിർത്തലാക്കിയ മതപരമായ നികുതി? റിലീജിയസ് ടാക്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? മതപരമായ നികുതി അല്ലേ? ഏതാണെന്ന്? ഏതാ കുഞ്ഞുങ്ങളെ? ജസിയ. ഞാൻ പറഞ്ഞില്ലയോ, തിരിച്ചും മറിച്ചും അത് ചോദിക്കും കേട്ടോ, അതുകൊണ്ട് നല്ലപോലെ അറിയണേ. അടുത്തത്, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ എന്താ മെമ്മറി റിട്ടൺ ബൈ മുഗൾ സുൽത്താൻ ജഹാംഗീർ? മുഗൾ സുൽത്താൻ ജഹാംഗീർ എഴുതിയ മെമ്മർ എന്ന് വെച്ചാൽ ഇവിടെ മെമ്മറി ഓർമ്മയോ, ഓർമ്മക്കുറിപ്പുകൾ. മെമ്മർ റിട്ടൺ എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പുകൾ. ഏതാ കുഞ്ഞുങ്ങളെ? മുഗൾ സുൽത്താനായ ജഹാംഗീർ എഴുതിയ ഓർമ്മക്കുറിപ്പാണ് തുസ്ക് ഇ ജഹാംഗീരി. എന്താ കുഞ്ഞുങ്ങളെ? തുസ്ക് ഐ ജഹാംഗീരി. ഐ എന്നോ ഇ എന്നോ, ഇംഗ്ലീഷ് മലയാളത്തിൽ ഐ, ജഹാംഗീരി. ഇനി ഡാഷ് ഈസ് ദ മിലിറ്ററി സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ? അക്ബർ നടപ്പിലാക്കിയ സൈനിക സംവിധാനം ഏതാണ്? ഡാഷ് ഈസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ? മാൻസബ്ദാരി കേട്ടോ. എന്താണ് മാൻസബ്ദാരി എന്നൊക്കെ ഉണ്ട്. അക്ബർ നടപ്പിലാക്കിയ സൈനിക സംവിധാനമാണ് മാൻസബ്ദാരി. അപ്പോൾ അക്ബറെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അക്ബറും ഇബ്രഹാം ലോധിയും കൂടെ രണ്ടുപേരും കൂടി ഹരിയാനയിൽ വെച്ചുണ്ടായ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്നറിയപ്പെടുന്നത് കേട്ടോ. അക്ബർ ഒരു മതം കൊണ്ടുവന്നാണ് ദിൻ ഇലാഹി. അക്ബർ അബോളിഷ് ചെയ്ത ഒരു റിലീജിയസ് ടാക്സ് ആണ് ഈ ജസിയ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താ ഞങ്ങളെ? അപ്പോൾ അക്ബറിനെ കുറിച്ചും ബാബറിനെ കുറിച്ചും ഒക്കെ ഒരുപാട് തിരിഞ്ഞു പോലെ, ഈ അക്ബറും ബാബറും കൂടെ തിരിഞ്ഞു പോലെ നിങ്ങൾ കേട്ടോ. അടുത്തത് മാൻസബ്ദാരി 24. 25ാമത്തെ ചോദ്യം, ഡ്യൂറിങ് മുഗൾ റൂൾസ് ഡാഷ് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്? ഗേറ്റ് വേ, വിദേശ പ്രവേശന കവാടം. ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. മുഗൾ ഭരണകാലത്ത് വിദേശ വസ്തുക്കളുടെ പ്രവേശന കവാടം എവിടെയായിരുന്നു നിങ്ങളെ? ഡ്യൂറിങ് മുഗൾ റൂൾസ് ഡാഷ് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്? ഗുജറാത്ത് ആയിരുന്നു കേട്ടോ, ഗുജറാത്ത്. ഹു വാസ് ദ ചീഫ് ഹിസ്റ്റോറിയൻസ് ഓഫ് ദ മുഗൾ പീരീഡ്? മുഗൾ കാലഘട്ടത്തിലെ മുഖ്യ ചരിത്രകാരൻ ആരായിരുന്നു?
അബുൽ ഫസൽ. മുമ്പേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരെണ്ണം പഠിച്ചല്ലേ, ഏതാ ഐൻ ഐ അക്ബാരി അല്ലേ, അക്ബർനാമ എന്ന പുസ്തകങ്ങൾ രചിച്ചത് ആരാണെന്ന് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ 2 എണ്ണം പഠിച്ചു. എന്താ നിങ്ങൾ ഐൻ ഐ അക്ബാരി അല്ലെങ്കിൽ അക്ബർനാമ എന്ന പുസ്തകങ്ങൾ രചിച്ചതും അബ്ദുൽ ഫസലാണ്. അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിലെ മുഖ്യ ചരിത്രകാരൻ ആരാന്ന് ചോദിച്ചാലും അബ്ദുൽ ഫസലാണ് കേട്ടോ. റൈറ്റ് എനി 2 ബുക്സ് റിട്ടൺ ബൈ അബ്ദുൽ ഫസൽ. അബ്ദുൽ ഫസൽ എഴുതിയ 2 ബുക്കിൻ്റെ പേരാവും നിങ്ങൾ അതിപ്പോൾ പറഞ്ഞായിരുന്നല്ലേ, ഐൻ ഐ അക്ബാരിയും ഇപ്പം നമ്മളത് പറഞ്ഞായിരുന്നല്ലേ. ഓക്കെ, വാട്ട് ദേ ആർ ദ മേജർ സിറ്റീസ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ഈ മുഗൾ ഭരണകാലത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ്? ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആവും. നിങ്ങൾ ഇതിനകത്തിൽ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, 1 മാർക്കിൻ്റെ ഉണ്ട് കേട്ടോ. മുഗൾ കാലഘട്ടത്തിലെ പ്രധാന നഗരങ്ങളാണ് ധാക്ക, പിന്നെ മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര. ഒരു 5 സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. മുഗൾ കാലഘട്ടത്തിലെ പ്രധാന നഗരങ്ങൾ ഏതെല്ലാമാണ്? ഇനി ആ ടെസ്റ്റിൽ കണ്ട് മുഗൾ സിറ്റീസും പ്രസൻറ്റ് കൺട്രി, ഇപ്പോൾ അത് ഏത് രാജ്യമാണെന്നുള്ളത്. മുഗൾ സിറ്റീസുകൾ, പ്രസൻറ്റ് കൺട്രീസ്. ധാക്ക എവിടെയാവും നിങ്ങളെ? ധാക്ക ഇപ്പോൾ എവിടെയാ? ബംഗ്ലാദേശിൽ. അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലേ, ഏതാ ഇവിടെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചായിരുന്നു മുർഷിദാബാദ് കേട്ടോ. അറിയാൻ വയ്യാത്തവർക്ക് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. മുർഷിദാബാദ് എന്ന് വെച്ചാൽ അതെവിടെയാണ്? ഇന്ത്യയിലായിരുന്നു കേട്ടോ, ഇന്ത്യ. ലാഹോർ പാകിസ്ഥാന്, സൂററ്റ് ഇന്ത്യയിലാണ്, ആഗ്ര ഇന്ത്യയിലാണ്. ഇത് ഫില്ലപ്പ് ചെയ്യാനൊക്കെ തിരിച്ച് മറിച്ച് വിട്ടും ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ 29 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് റഫായിട്ട് ഞാൻ ഒന്ന് വായിക്കാൻ കുഞ്ഞുങ്ങളെ. 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ബാബറാണ്. ഭരണാധികാരികളുടെ പേര് നമ്മൾ 5 എണ്ണം ഏതാ? ബാദ്ഷാ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. മുഗൾ ഭരണം വ്യാപിച്ച രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശാണ്. 1-ാം പാനിപ്പട്ട് യുദ്ധം നമ്മൾ പറഞ്ഞായിരുന്നു. 1-ാം പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ മലയാളവും കിടപ്പുണ്ട്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രഹാം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും കൂടി 1526 ഹരിയാനയിൽ പാനിപ്പട്ടിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ എന്ത് പറയുന്നു? 1-ാം പാനിപ്പട്ട് യുദ്ധം എന്ന് അറിയപ്പെടുന്നു. പിന്നെ ഇപ്പോൾ അക്ബറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അക്ബറിൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ, അത് എഴുതിയെടുക്കണേ. അടുത്ത എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനം. ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയസ് അക്ബർ ക്രിയേറ്റഡ് ദിൻ ഇലാഹി എന്നായിരുന്നെങ്കിലും കേട്ടോ. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികൾ ആരെല്ലാമായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൽദാസ്, ബീർബൽ. നാല് പേരുടെയും പേരറിയണേ കുഞ്ഞുങ്ങളെ. ഹു അബോളിഷ്ഡ് റിലീജിയസ്. ഇപ്പം നമ്മൾ പറഞ്ഞതാണ്. എന്താ ഇത് ക്വസ്റ്റ്യൻ വരും ഉറപ്പാണ്. ജസിയെക്കുറിച്ച് മതനികുതിയാണ് കേട്ടോ, റിലീജിയസ് ടാക്സ്. നമ്മുടെ അക്ബർ കൊണ്ടുവന്ന മതനികുതിയാണ് ജസിയ. ഇനി മുഗൾ ആർമി, മുഗൾ സൈന്യത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരു 3 മാർക്കിൻ്റെ ചോദ്യം കാണും കുഞ്ഞുങ്ങളെ. മുഗൾ ആർമി, അതായത് മൻസബ്ദാരിയെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾ ഇത് എഴുതിക്കോണം കേട്ടോ. മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ. അക്ബർ നടപ്പിലാക്കിയ സൈനിക, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ മിലിറ്ററി സിസ്റ്റം, സൈനിക സമ്പ്രദായമാണ് കുഞ്ഞുങ്ങളെ മൻസബ്ദാരി എന്ന് പറയുന്നത്. എന്താ? അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി കേട്ടോ. 1 മാർക്കിന് ചോദിക്കാം. ടു എക്സ്പാൻഡ് കിങ്ഡം ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. മുഗൾ കാലഘട്ടത്തിലെ രാജ്യം വിപുലമാക്കുന്നതിലും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം അവർക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു അല്ലേ. അക്കോർഡിംഗ് ടു these systems, each officer had a regiment under him. ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു. This title മാൻസബ് എന്താണ്? This title മാൻസബ് refers to the number of cavalry each officer is required to maintain. ഓരോ കാവൽറി എന്ന് വെച്ചാൽ എന്താ? കുതിരപ്പടയ്ക്ക് പറയുന്ന പേരാവും നിങ്ങളെ. ദ ടൈറ്റിൽ മാൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവൽറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ എന്ന പദവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മാൻസബ. ദ റാങ്ക് ഓഫ് ദ മാൻസബ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചാണ് അവർ ആൾക്കാരെ നിർത്തുന്നതും കേട്ടോ. ഇനി മുഗൾ ഭരണരീതിയെക്കുറിച്ച് ചോദിച്ചാൽ മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് നോക്കണേ കുഞ്ഞുങ്ങളെ. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്ത് വന്ന നോക്കണേ സൂബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്ന ഒരു ഭരണക്രമം അവിടെ നിങ്ങളുടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂബ, സർക്കാർ, പർഗാന, ഗ്രാമം, വില്ലേജ് അല്ലേ. പിന്നെ
എന്ന ഒരു ഭരണക്രമം തന്നെ രൂപപ്പെടുത്തിയിരുന്നു. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ഈ ചക്രവർത്തി ആയിരുന്നു. മുഗൾ ഭരണരീതി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ എഴുതാനുള്ളതാണ് കേട്ടോ. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ്. മുഗൾ ഭരണരീതി എങ്ങനെയാണെന്നാവും നിങ്ങളെ ചോദ്യം. മുഗൾ ഭരണരീതി എങ്ങനെയാണ്? നമ്മുടെ മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്ത് ഒരുപാട് പേരിങ്ങനെ ഭരിക്കുവാണല്ലോ. അപ്പോൾ അക്ബറിൻ്റെ കാലത്ത് സൂബ, സർക്കാർ, ഇങ്ങനെ ഒരു ബോക്സ് ഇട്ടിട്ട് കേട്ടോ, ബോക്സ് ഇട്ടിട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടാണ് ഇങ്ങനെ കേട്ടോ. സൂബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ഒക്കെ ആരാണോ അവിടുത്തെ ചക്രവർത്തി അദ്ദേഹമായിരുന്നു. നീതിയും ന്യായവും അറിയാനായിട്ട് പ്രത്യേകം കോടതികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. തീരുമാനത്തിൽ എന്തെങ്കിലും അതൃപ്തിയുള്ളവർ ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ പറ്റുമായിരുന്നു. എന്തെങ്കിലും തീരുമാനത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ചക്രവർത്തിയോട് പറയാമായിരുന്നു കേട്ടോ. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526 വിച്ച് ഈസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധമാണ്. മുഗൾ ഭരണകാലത്തെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി അക്ബറാണ്. എല്ലാം ഇംഗ്ലീഷും ഉണ്ടേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഞാൻ മലയാളം മാത്രമേ വായിക്കുന്നുള്ളൂ പറയില്ല, എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് ഇതിലുണ്ട്. കാരണം ഇത് നമ്മൾ ഒത്തിരി പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് പോയതാണ് കേട്ടോ. മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി നമ്മുടെ അക്ബറായിരുന്നു. അക്ബർ ഭരണരംഗത്ത് സഹിഷ്ണുതാ നയം, റിലീജിയസ് ടാക്സ് നമ്മൾ പറഞ്ഞു, ജസിയ അല്ലെ, ഒത്തിരി എടുത്തത് പറഞ്ഞിട്ടുണ്ട്. ഇനി അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ പ്രധാന ആൾക്കാർ 4 പേരുടെ പേര് പറഞ്ഞതാണ്. തർക്കങ്ങളിൽ അന്വേഷണവും നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്ന തദ്ദേശരായ മതപണ്ഡിതന്മാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ തർക്കങ്ങൾ നടക്കുമല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ചക്രവർത്തി ആയിരുന്നു എല്ലാം തീരുമാനിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചക്രവർത്തിയോട് പറയാനൊക്കെ പറ്റുമെന്ന് പറയുന്നല്ലോ. എന്തെങ്കിലും തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്ന തദ്ദേശരായ മതപണ്ഡിതന്മാരുണ്ടായിരുന്നു കേട്ടോ. അവരെ ഖാസിമാർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താ ഖാസിമാർ? ദ ഇൻഡിജീനിയസ് റിലീജിയസ് സ്കോളേഴ്സ് ഹു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് അഡ്ജുഡിക്കേറ്റ് അല്ലേ, അഡ്ജുഡിക്കേറ്റ് ഡെസ്പ്യൂട്ട് നോൺ ഫോർ ഖാസിസ്. ഇനി ലണ്ടനേക്കാൾ മനോഹരമായ നഗരം എന്ന് യൂറോപ്യൻ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച മുഗൾ നഗരമാണ് ഫത്തേപൂർ സിക്രി. ലണ്ടനേക്കാൾ മനോഹരമാണെന്ന് പറഞ്ഞത് ഏതാ നിങ്ങളെ? ഫത്തേപൂർ സിക്രി. ദ മുഗൾ സിറ്റി വിച്ച് യൂറോപ്യൻ ഹിസ്റ്റോറിയൻസ് ഡിസ്ക്രൈബ്ഡ് ദ മോർ ബ്യൂട്ടിഫുൾ ദാൻ ലണ്ടൻ അല്ലേ. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനും അക്ബറിന്റെ ഉപദേശകനും ആരായിരുന്നു? അബ്ദുൽ ഫസലിനെ കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട്. ഹു വാസ് ദ ചീഫ് ഹിസ്റ്റോറിയൻസ് ഓഫ് മുഗൾ റൂൾസ് ആൻഡ് അഡ്വൈസർ ഓഫ് അക്ബർ. വിജയനഗരത്തിൻ്റെ ഭരണത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് ഏതാ കുഞ്ഞുങ്ങളെ? വിജയനഗരത്തിൻ്റെ ഭരണത്തിൻ്റെ തലസ്ഥാന നഗരി, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് വിജയനഗര അഡ്മിനിസ്ട്രേഷൻ ഹംപിയാണ് കേട്ടോ. ഹംപി. ഭരണകാര്യത്തിനായി വിജയനഗരത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വിജയനഗര ഭരണ സംവിധാനത്തിലെ സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ എന്നായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ മിലിറ്ററി കമാൻഡേഴ്സ് ഓഫ് ദ വിജയനഗര അല്ലേ. ഏതാ? ഇമ്മോർട്ടൽ ഹീറോസ്, അമരനായകന്മാർ കേട്ടോ. ഇനി വിജയനഗര ഭരണ സംവിധാനത്തിലെ സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ എന്നാണ് അല്ലേ. ഭരണകാര്യത്തിനായി വിജയനഗര രാജ്യത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടോ നിങ്ങളെ? അതും ടെസ്റ്റിൽ കിടപ്പുണ്ട്. ഭരണകാര്യത്തിനായി വിജയനഗരത്തെ എത്രയായിട്ടാ? 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ മണ്ഡലങ്ങളായിട്ടും അല്ലേ, അതിനെ 4ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. മുമ്പേ ഒരെണ്ണം 4ആയിട്ട് തിരിച്ചായിരുന്നു കേട്ടോ. തിരിഞ്ഞു പോകല്ലേ ഏതെല്ലാം. മുമ്പ് ഏതായിരുന്നു നിങ്ങളെ തിരിച്ചത്? മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്ത് സൂബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു അല്ലേ. ഇവിടെ നോക്കിയേ, ഭരണകാര്യത്തിനായി വിജയനഗരത്തിലെ രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം കേട്ടോ. മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കോൺസ്റ്റിറ്റ്യുവൻസീസ്, നാട്, പ്ലേസ്, വില്ലേജ്, അതായത് ഡിസ്ട്രിക്ട്, സബ് ഡിവിഷൻ. ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ ഇത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായ നഗരങ്ങൾ ഏതെല്ലാമായിരുന്നു? ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവും, ജനങ്ങൾ കൂടുതലും ഉള്ളത് ആഗ്രയിലെ ഫത്തേപൂർ സിക്രി. മുമ്പ് നമ്മളത് പറഞ്ഞായിരുന്നില്ലേ, ലണ്ടനേക്കാൾ മനോഹരമായിട്ട് ഏതാണെന്നാണ് പറഞ്ഞത്? ഫത്തേപൂർ സിക്രി. ഇനി ഹൂ ഫൗണ്ടഡ് ദ വിജയനഗര കിങ്ഡം? ഈ പാഠത്തിനകത്തിലെ വലിയ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നിങ്ങൾ പഠിക്കേണ്ടത് വിജയനഗരത്തെക്കുറിച്ചാവും നിങ്ങൾ കേട്ടോ. ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 3036 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. വിജയനഗരം സ്ഥാപിച്ചത് ആരൊക്കെയാണെന്ന് വിജയനഗരത്തെക്കുറിച്ച് പഠിക്കുമ്പം ആ വിജയനഗരം സ്ഥാപിച്ചതാരാവും നിങ്ങളെ? ബുക്കനും
ആരാ? ഹരിഹരനും. ബുക്ക എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്, ബുക്കൻ എന്നാണ് മലയാളത്തിൽ കൊടുത്തേക്കുന്നത്, ബുക്ക കേട്ടോ. CE 1336 ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ്. ഓക്കെ ആണോ? വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. നമ്മൾ പഠിക്കുന്നത് വിജയനഗരം എന്ന് നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. വിജയനഗരത്തെക്കുറിച്ചാണ് ഈ പറയുന്നില്ല, ഇത് കണ്ടുപിടിച്ചത് ഹരിഹരനും ബുക്കനുമാണ്. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി കൃഷ്ണദേവരായരാണ് കേട്ടോ. ഹൂ വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം? ആരാ നിങ്ങളെ? കൃഷ്ണദേവരായ കേട്ടോ. ഇനി ആരാണ് ഈ കൃഷ്ണദേവരായർ? നോക്കിക്കേ, മലയാളം മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണം കേട്ടോ. ആരാ കുഞ്ഞുങ്ങളെ കൃഷ്ണദേവരായർ? ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരം. ദക്ഷിണ ഇന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരം. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ മതങ്ങളെയും ഒരുപോലെ അദ്ദേഹം പരിഗണിച്ചിരുന്നു. ക്ഷേത്രങ്ങളും കോട്ടകളും കൊട്ടാരങ്ങളും അദ്ദേഹം പണി കഴിപ്പിച്ചു. കൃഷ്ണദേവരായരെ കുറിച്ചാണ്, വിജയനഗരത്തെക്കുറിച്ചാണ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതാനുള്ളതാണ്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരം. ഈ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത്, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങളെ. ഒരുപാട് കാര്യങ്ങൾ നടത്തിയിരുന്നു. നമ്മുടെ തലസ്ഥാന നഗരമായ ഹംപി, ഇതിൻ്റെ വിജയനഗരത്തിൻ്റെ തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ അദ്ദേഹം എല്ലായിടും ഓരോരോ കാര്യങ്ങൾ നടത്തിയിരുന്നു. എല്ലാ മതങ്ങളെയും അദ്ദേഹം ഒരുപോലെയായിരുന്നു പരിഗണിച്ചിരുന്നത്. അദ്ദേഹം ക്ഷേത്രങ്ങൾ പണിഞ്ഞു കൊടുത്തു, കൊട്ടാരങ്ങൾ പണിഞ്ഞു കൊടുത്തു, കോട്ടകൾ പണിഞ്ഞു കൊടുത്തു അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് ആള്? നല്ലതല്ലേ? അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ആവും നിങ്ങൾ ഇത്. ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 3036 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര അല്ലേ. വിജയനഗര വാസ് ദ നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ കിങ്ഡം. എ ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്സ് വെയർ ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ഹിസ് റീജിയൻ. പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റ് മാത്രമേ ഇംഗ്ലീഷുകാർക്ക് പൊതുവെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. 4 പോയിന്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. കമ്പയർ ദ റിലീജിയസ് പോളിസീസ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവൻ. നോക്കണേ, ഇവർ തങ്ങളുള്ള ഒരു രണ്ടുകൂടെ ഒന്ന് കമ്പയർ ചെയ്തേക്ക്, അക്ബറും കൃഷ്ണദേവരായയും. ഓൾ റിലീജിയസ് വെയർ ട്രീറ്റഡ് ഈക്വാളിറ്റി ബൈ അക്ബർ ആൻഡ് കൃഷ്ണദേവരായ അല്ലേ. എല്ലാ അക്ബറും കൃഷ്ണദേവരായരും നിങ്ങളെ എല്ലാ മതങ്ങളെയും തുല്യമായിട്ടായിരുന്നു ഈക്വൽ ട്രീറ്റഡ്, ഈക്വാളിറ്റി. അവർക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമില്ല, വലുതെന്നോ ചെറുതെന്നോ ഇല്ല അല്ലേ, അങ്ങനെ ഒരു ഇതുമില്ല. അക്ബറിനെയും കൃഷ്ണദേവരായരും എല്ലാ മതങ്ങളെയും അവർ തുല്യമായിട്ട് പരിഗണിച്ചിരുന്നു. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് വെർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീഫ് ഫ്രീലി. ബോത്ത് റൂളേഴ്സ് ഹാവ് റിലീജിയസ് ടോളറൻസ്, റെസ്പെക്റ്റ് ഫോർ ഡൈവേഴ്സിറ്റി. 4 പോയിന്റാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അക്ബറും കൃഷ്ണദേവരും എല്ലാ മതങ്ങളെയും അവർ തുല്യമായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. പല മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും വിശ്വാസങ്ങൾ സ്വതന്ത്രമായി തുടരാൻ അവർ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങൾ ഇന്നതേ പ്രാർത്ഥിക്കാവൂ, അങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് ആര് പറഞ്ഞു? നമ്മുടെ കൃഷ്ണദേവരും അക്ബറും പറയാൻ തുടങ്ങി അല്ലേ. രണ്ടുപേരും മതസഹിഷ്ണുതയെ തുല്യമായിട്ട് കണ്ട 2 പേരാണ്. റിലീജിയസ് ടോളറൻസ്, മതങ്ങളുടെ സഹിഷ്ണുതയെ അവരെന്ത് ചെയ്തു? തുല്യമായിട്ട് കണ്ടു കേട്ടോ. ഇന്നതേ പ്രാർത്ഥിക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. അവനവൻ ഏത് ദൈവത്തെയാണോ ഇഷ്ടം ആ ദൈവത്തെ പ്രാർത്ഥിച്ചോളാൻ അക്ബറും കൃഷ്ണദേവരായരും പറയുന്നതായിട്ടാണ് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത നമ്മൾ പഠിക്കുന്നത് അമരനായകാസ്. ഇതിനകത്തിൽ വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ ഈ വിജയനഗരത്തെക്കുറിച്ചും കൃഷ്ണദേവരായയെക്കുറിച്ചും അമരനായകനെക്കുറിച്ചും പറയുന്നുള്ളൂ നിങ്ങളെ. ബാക്കിയെല്ലാം ഞാൻ ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ദ മിലിറ്ററി കമാൻഡേഴ്സ് ഇൻ ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ ഈസ് നോൺ ആസ് അമരനായകാസ്. നോക്കൂ നിങ്ങളെ, കൃഷ്ണദേവരായരുടെ മിലിറ്ററി കോർട്ടിലെ കമാൻഡേഴ്സിനെയാണ് എന്ത് പറയുന്നത്? അമരനായക. അത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം, ആരാണ് ഈ അമരനായകാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ നിങ്ങളെ? കൃഷ്ണദേവരായരുടെ മിലിറ്ററി കോർട്ട് ഉണ്ടല്ലോ, അവരുടെ മിലിറ്ററി കോർട്ടിലെ കമാൻഡേഴ്സ് ഉണ്ട് അവിടുത്തെ, അവരെയാണ് എന്ത് പറയുന്നത്? അമരനായകാസ് എന്ന് പറയുന്നത്. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ് നോൺ ആസ് അമര ടു അമരനായകാസ്. രാജാവ് കുറച്ച് ഭൂമി ഈ അമരനായകാസിന് കൊടുത്തിട്ടുണ്ട്. രാജാവിൻ്റെ അമരനായകാസ് ആരെന്ന് വെച്ചാൽ അവർക്കൊക്കെ കുറച്ച് ഭൂമി കൊടുക്കും. ഈ അലോട്ട് ചെയ്ത ഭൂമിക്ക് പറയുന്ന പേരാണ് അമര. അപ്പോൾ ആ രാജാവ് ഇവർക്ക് കൊടുക്കുമല്ലോ, ആ കൊടുക്കുന്ന വസ്തുവിന് പറയുന്ന പേരാണ് അമര എന്ന് കേട്ടോ. തൊമരയല്ലേ അമര. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരീഡ് ഔട്ട് ബോയ് അമരനായർ. അമര എന്ന് പറയുന്ന ഭൂമിയുടെ ഭരണം ചെയ്യുന്നതും ഈ അമരനായകാസ് ആയിരിക്കും. ഈ കൊടുക്കുന്ന ഭൂമിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുകയും ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആരാ? അമരനായകാസാണ്. 3 പോയിന്റ് എഴുതിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ആ 3 പോയിന്റ് അങ്ങ് പഠിക്കുക.
കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതിന് നോക്കിയേ, ഡാഷ് കിങ്ഡം ഈസ് നോൺ ആസ് ദ സിറ്റി ഓഫ് വിക്ടറി, വിജയനഗര. കേട്ടോ, ഏത് രാജവംശമാണ് സിറ്റി ഓഫ് വിക്ടറി എന്ന പേരിൽ അറിയപ്പെടുന്നത്? വിജയനഗര. ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം? കൃഷ്ണദേവരായ. 4 ഡൈനാസ്റ്റി അല്ലെ, 4 രാജവംശങ്ങൾ ചേർന്നതാണ് വിജയനഗര എംപയർ. ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ഒന്നാമത്തെ സംഗമ വംശം, സാലുവ വംശം, തുളുവ വംശം, അരവിഡു. കേട്ടോ, മലയാളം എഴുതി വെച്ചോണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാ, എനിക്ക് വായിക്കാനും എളുപ്പമാണ് അല്ലേ. അരവിഡു, തുളുവ, സാലുവ, സംഗമവംശം. ഈ സംഗമവംശത്തിൽ വരുന്നതാണ് ഹരിഹരയും ബുക്കെ അല്ലേ. സലുവയിൽ വരുന്നതാണ് നരസിംഹറാവു സാലുവ. തുളുവയിൽ വരുന്നതാണ് വീരനരസിംഹനും കൃഷ്ണദേവരായയും. അരവിഡുവിൽ വരുന്നതാണ് തിരുമലയും വെങ്കിടയും. കൃഷ്ണദേവരായ ഈസ് ദ റൂളർ ഓഫ് ദ വിച്ച് ഡൈനാസ്റ്റി? തുളുവ. ഇതിനകത്ത് കൃഷ്ണദേവരായ ഇതിനകത്ത് ഈ പറയുന്നതിൽ ഏതിൽ വരും? തുളുവയ്ക്കകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരുവിധമുള്ള, ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയാവും നിങ്ങളെ പറഞ്ഞത്, കാരണം ഒരു ചാപ്റ്റർ ഒറ്റ ലിങ്കിൽ പോകണമെങ്കിൽ നമ്മൾ ഒരു ഇച്ചിരി സ്പീഡിൽ പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധമുള്ള 100-ൽ ഒരു 70% ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്ന് വെച്ചാൽ ടെസ്റ്റ് വായിക്കണം കേട്ടോ. ടെസ്റ്റിനകത്തിലാണ് ഈ സംഭവം. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ കുറേ ക്വസ്റ്റ്യനുകൾ ഇങ്ങോട്ട് മാറ്റി എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പഠിച്ചാലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കഴിഞ്ഞ വർഷവും നമ്മളിത് ഇട്ടതാണ് കേട്ടോ. അപ്പം എല്ലാ നോട്ടുകളും ഇതിലുണ്ട് കുഞ്ഞുങ്ങളെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത 2ാമത്തെ ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറയണം. അതെല്ലാം മനസ്സിലാവുന്നില്ല, സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫുൾ ഇടണ്ടേ കുഞ്ഞുങ്ങളെ. നമുക്ക് കാരണം അല്ലാതുണ്ടെങ്കിൽ നമ്മൾ പാർട്ടായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ഇത് ഒറ്റ പാർട്ടിൽ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ ഞാൻ പറഞ്ഞത്. എന്നാലും മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നോട്ടിൽ കേട്ടോ, എല്ലാ മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. അപ്പോൾ ഓക്കെ നിങ്ങളെ, താങ്ക് യു.